നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള നിർണായകമായ ഒരു മേഖലയാണ് കേരള ചരിത്രം നവോത്ഥാനം. ഈ കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്ന 3 ടെക്സ്റ്റ് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലുടനീളമുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിനോടൊപ്പം നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത് ഈ നോട്ട്സ് മസ്റ്റായിട്ടും വായിച്ചു പോകണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ രാത്രി 9 മണിക്ക് ശേഷമുള്ള എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയിൽ ചോദ്യം വന്ന ഒരു മേഖലയാണ് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യവുമായി വിദേശ രാജ്യങ്ങൾക്കുള്ള ബന്ധം ആദ്യകാലം അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന അന്നേ കാലം മുതൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടം ഉൾപ്പെടെയുള്ള കണ്ടന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിദേശികളായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഓരോ ആശയങ്ങളാണ് പഠിച്ചു മാറുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി യൂറോപ്യന്മാർ വ്യാപാരത്തിന് വേണ്ടിയാണ് കേരള തീരത്ത് എത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി യൂറോപ്യന്മാർ എന്നറിയപ്പെടുന്ന വിദേശികൾ വ്യാപാരത്തിന് വേണ്ടി കേരള തീരത്ത് എത്തുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിനു മുമ്പ് ഈ പറയുന്ന 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന് മുമ്പ് പല വിദേശ രാജ്യങ്ങളും അല്ലെങ്കിൽ കേരളവുമായിട്ട് വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളുണ്ടായിരുന്നു. അതിൽ അറബികളുണ്ട്, ചൈനക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, റോമാക്കാരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചീന വല എന്നറിയപ്പെടുന്ന ചൈന സംഭാവനയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഓരോ ആശയങ്ങളുണ്ട്. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്, ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടാക്കിയ ആദ്യ വിദേശ ശക്തി ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്നത് അറബികളാണ്. മിക്ക ആളുകളും മനസ്സിൽ കരുതും പോർച്ചുഗീസുകാരാണെന്ന്. അപ്പൊ ഈ പറയുന്ന മത്സര പരീക്ഷയിൽ എടുത്തു ചോദിക്കണം, എങ്ങനെ ഇന്ത്യയുമായി അല്ലെങ്കിൽ കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രമാണ് പോർച്ചുഗീസുകാർ വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ പറയുന്ന യൂറോപ്യൻ ശക്തികൾ ഈ പറയുന്ന വ്യാപാരത്തിന് വേണ്ടി കേരള തീരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ കേരളവുമായിട്ട് വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളിൽ അറബികളുണ്ട്. ഈ അറബികളാണ് കാസർഗോഡ് ജില്ലയെ ഹെർക്യുല എന്ന് വിശേഷിപ്പിച്ചത്. അറബികൾ, ചൈനക്കാർ, ഗ്രീക്കുകാർ, റോമാക്കാർ തുടങ്ങിയിട്ടുള്ള വിദേശികൾ കേരളവുമായിട്ട് അന്നേ കാലം മുതൽ വാണിജ്യബന്ധം പുലർത്തിയിരുന്നു. ഇനി കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചാൽ അതിനുത്തരം പോർച്ചുഗീസുകാരും. ഇതേ ചോദ്യം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അറബികളുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരാ? ഇന്ത്യയിൽ നിന്നും വ്യക്തമായി പഠിച്ചു പോണം. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ എന്നറിയപ്പെടുന്നത് അത് ഡച്ചുകാരാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ക്രമം പഠിക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കുന്ന ഒരു കോഡുണ്ട്, പോഡ ബീഫെ അല്ലെങ്കിൽ PDBF. പോർച്ചുഗീസുകാർ ആദ്യം വരുന്നു, രണ്ടാമത് വരുന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വരുന്നത് ബ്രിട്ടീഷുകാരാണ്, നാലാമത് വരുന്നത് ഫ്രഞ്ചുകാരാണ്. ഇനി യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ക്രമമുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ആ ഒരു ക്രമം ഓർക്കാൻ വേണ്ടി DBFP എന്ന് ഓർത്ത് വെച്ചാൽ മതി. DBFP. ഓക്കെ, ആദ്യം പോകുന്നത് ആരാണ്? ഡച്ചുകാരാണ് ആദ്യം പോകുന്നത്. രണ്ടാമത് പോകുന്നത് ബ്രിട്ടീഷുകാരാണ്, 1947 പോകുന്നു. അതിനുശേഷം ഫ്രഞ്ചുകാർ പോകുന്നു. അതിനുശേഷമാണ് പോർച്ചുഗീസുകാർ പോകുന്നത്. അപ്പൊ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ക്രമം നമ്മുടെ മനസ്സിലുണ്ട്. അത് PDBF എന്നാണ്. ആദ്യം വരുന്നത് ഈ പോർച്ചുഗീസുകാർ, രണ്ടാമത് വരുന്നത് ഡച്ചുകാർ, മൂന്നാമത് വരുന്നത് ബ്രിട്ടീഷുകാർ, നാലാമത് വരുന്നത് ഫ്രഞ്ചുകാരാണ്. എങ്കിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിന്ന് പോയ ക്രമം എന്തെങ്ങനെയാണ്? ഡച്ചുകാർ ആദ്യം പോകുന്നു, ബ്രിട്ടീഷുകാർ രണ്ടാമത് പോകുന്നു, മൂന്നാമത് ഫ്രഞ്ചുകാർ പോകുന്നു, നാലാമത് പോർച്ചുഗീസുകാർ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശികളാണല്ലോ പോർച്ചുഗീസുകാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളവുമായിട്ട് ആദ്യമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശുഭപ്രതീക്ഷ മുനമ്പുണ്ട്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്നറിയപ്പെടുന്നത് അത് പോർച്ചുഗീസുകാർ.
ഈ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണല്ലോ അവര് ഈ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അവര് കാപ്യ എന്നാണ് പോർച്ചുഗീസുകാർ ഈ പറയുന്ന കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കോഴിക്കോട് തുറമുഖത്തെ കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കാപ്പാട. അത് മാത്രമല്ല, പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്ന പേര് കലൈക്കുറ്റ് എന്ന, കാലേക്കുത്ത് അല്ലെങ്കിൽ കലൈക്കുറ്റ് എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് ഏത് ജില്ലയാണ്? അത് കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ സുലൈമാനി, വിശപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യത്തെ കോളാവിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രത്യേകതയുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കോഴിക്കോട് തുറമുഖമാണ്. അപ്പൊ പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്ന പേര് കലൈക്കുറ്റ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ കോഴിക്കോടിനെ ആദ്യകാലത്ത് കാലിക്കട്ട് എന്നറിയപ്പെട്ടു, അതിനു മുമ്പ് കാലൈക്കുത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്ക്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറയുന്ന വിദേശികളായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തിയായിട്ടുള്ള പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, കേരളവുമായിട്ട് ആദ്യകാലങ്ങളിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളുണ്ടായിരുന്നല്ലോ, ചൈനക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ആദ്യ ലക്ഷ്യം. പിന്നീടാണ് അവർ ഭരണത്തിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരുടെ ആദ്യ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയും കേരളവുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളുടെ കുത്തക അല്ലെങ്കിൽ ചൈനക്കാരുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച് ആ വ്യാപാര കുത്തക ആര് നേടിയെടുക്കുക? പോർച്ചുഗീസുകാർ നേടിയെടുക്കുക. അതിനുവേണ്ടിയാണ് അവർ കാർട്ടസ് സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നത്. കാർട്ടസ് സമ്പ്രദായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം. കാർട്ടസ് സമ്പ്രദായം വ്യവസ്ഥ അല്ലെങ്കിൽ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ വിദേശ ശക്തി അത് പോർച്ചുഗീസുകാരാണ്. അത് മുൻകാല വർഷ ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത്, എന്തൊക്കെ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അത് കൃത്യമായി പഠിക്കണം. സിലബസ് ബേസ്ഡ് മെറ്റീരിയൽസ് തരും, അത് കൃത്യമായിട്ട് വായിക്കണം. അതിനുശേഷം തരുന്ന മൈക്രോ നോട്ട്സ്, പാർട്ട് എ, പാർട്ട് 2 തുടങ്ങിയിട്ടുള്ള മൈക്രോ നോട്ട്സ് ഉണ്ട്, അത് കമ്പൽസറി ആയിട്ട് വായിക്കണം. ദെൻ സിലബസ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്, മാജിക് മന്ത്ര സെഷൻ മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. കാരണം എല്ലാ മത്സര പരീക്ഷയിലും നമ്മൾ കൊടുക്കുന്ന PSC ഇൻഫ്ലുവൻസർ ടീമിലെ ഓരോ ടീച്ചേഴ്സും ഡ്രാഫ്റ്റ് ചെയ്യുന്ന, ഓരോ മെന്റേഴ്സും ഡ്രാഫ്റ്റ് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. മാജിക് മന്ത്ര സെഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട്, അത് ഏത് മേഖലയാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഏരിയ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്, മെയിൻ കണ്ടന്റ് മാത്രം, ഡീറ്റെയിൽ അല്ല, മെയിൻ കണ്ടന്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് മാജിക് മന്ത്ര സെഷൻ. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വായിക്കണം. മാജിക് മന്ത്ര സെഷൻസ് ഉൾപ്പെടെ റിവൈസ് ചെയ്ത് വായിച്ച് ഇന്ന് രാത്രി 9 മണിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന ഡെയിലി ടാർഗറ്റ് എക്സാം, മോക്ക് എക്സാം അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റ് എക്സാം മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രൊസീജിയർ ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ദെൻ എഗെയിൻ അടുത്ത ദിവസം അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ എന്ത് ചെയ്യുക, വലിയൊരു സിലബസ് ടോപ്പിക്ക് തീർത്തു മാറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയാണ് നമ്മൾ എല്ലാ ബാച്ചിലും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ബാച്ച്, ന്യൂ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർ വീണ്ടും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ ഒഫീഷ്യൽ നമ്പറായ 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ഏത് പരീക്ഷയാണോ ഫോക്കസ് കൊടുക്കുന്നത്, അത് ഓൾറെഡി ജോയിൻ ചെയ്തവർ വീണ്ടും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന പോർച്ചുഗീസുകാരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ വാസ്കോ ഡ ഗാമ. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഒന്നെങ്കിൽ കാർട്ടസ് സമ്പ്രദായം ചോദിക്കും, അതുമല്ലെങ്കിൽ പോർച്ചുഗീസ് എന്നറിയപ്പെടുന്ന വിദേശ ശക്തികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫാക്ട് ചോദിച്ചാൽ അതിൽ നിർണായകമായ മാർക്ക് വരുന്നത് വാസ്കോ ഡ ഗാമയിൽ നിന്നാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന മത്സര പരീക്ഷാ ചോദ്യത്തിന് ഉത്തരമായി നമ്മൾ എഴുതേണ്ടത് വാസ്കോ ഡ ഗാമയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന മത്സര പരീക്ഷാ ചോദ്യത്തിന് ഉത്തരം
വാസ്കോഡഗാമയാണ്. ലിസ്ബണിൽ നിന്ന്, പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്ന വസ്തുത കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ശ്രീധര മേനോൻ സാറിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തേപ്പുണ്ട് വാസ്കോഡഗാമയുടെ ഈ എൻട്രി അല്ലെങ്കിൽ ആഗമനത്തെ ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പറങ്കി പടയാളികൾ എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. 2 ചൈനയിൽ എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. ഒത്തിരി പ്രത്യേകതയുണ്ട് സർദാർ കെ എം പണിക്കറുമായി ബന്ധപ്പെട്ട്. അപ്പൊ പറങ്കി പടയാളികൾ അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. പറങ്കി പടയാളികൾ എന്ന പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കർ. 2 ചൈനയിൽ എന്ന പുസ്തകം എഴുതിയതും ആര് തന്നെ? സർദാർ കെ എം പണിക്കർ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന വാസ്കോഡഗാമയെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവിന്റെ പേര് മാനുവൽ ഒന്നാമൻ എന്നാണ്, അല്ലെങ്കിൽ ഡോം മാനുവൽ അല്ലെങ്കിൽ ഇമ്മാനുവൽ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം അല്ലെങ്കിൽ ഈ വരുന്നതിന്റെ ചെലവിന്റെ എത്രയോ ഇരട്ടി തിരിച്ചെന്തായിട്ട് ഈ പറഞ്ഞ സുഗന്ധവ്യഞ്ജനമായിട്ട് കൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. ദെൻ വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേര് അൽവാരോ വെൽഹോവ് എന്നാണ്. അൽവാരോ വെൽഹോവ് ആണ് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന മാനുവൽ രാജാവിന്റെ പ്രചോദനം, മാനുവൽ ഒന്നാമന്റെ പ്രചോദനം മൂലമാണല്ലോ വാസ്കോഡഗാമ വരുന്നത്. ഈ വാസ്കോഡഗാമ വന്നു 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 കോഴിക്കോട് കാപ്യ എന്നറിയപ്പെട്ട കാപ്പാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വന്നിറങ്ങുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ് കോഴിക്കോട്. കേരളത്തിലെ സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കോഴിക്കോട് തുറമുഖമാണ്. ചരിത്രമാണ് ഈ പറയുന്നത്. കാലേക്കുത്ത് അല്ലെങ്കിൽ കലൈക്കുറ്റ് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് കോഴിക്കോടാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ സുലൈമാനി എന്നറിയപ്പെടുന്ന വിശപ്പ് രഹിത പദ്ധതി നടപ്പിലാക്കിയ ജില്ല കൂടിയാണ് കോഴിക്കോട്. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്, കേരളത്തിൽ ആദ്യമായി പെൻ ഫ്രണ്ട് പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാ? ചോദ്യം ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. ചോദ്യം ഇതാണ്, കേരളത്തിൽ ആദ്യമായിട്ട് പേനാ സൗഹൃദ പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? വേണമെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതിന് ഉത്തരം ഇതാണ്, സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെട്ട ജില്ല ഏതാണോ അത് തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട് പദ്ധതി, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള പേന വീണ്ടും പുനഃചക്രമണത്തിന് വിധേയമാക്കി സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി, അതാണ് പെൻ ഫ്രണ്ട് പദ്ധതി. കേരളത്തിൽ ആദ്യമായി പെൻ ഫ്രണ്ട് പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ മാനുവൽ രാജാവുമായി ബന്ധപ്പെട്ട് 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വാസ്കോഡഗാമ ഇവിടെ എത്തിച്ചേരുന്നു, കോഴിക്കോട് കാപ്പാട് എന്നറിയപ്പെടുന്ന തീരത്ത് വന്ന് എത്തിച്ചേരുന്നു. ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേല. ഒന്ന് നോട്ട് ചെയ്തേക്കണം. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ എന്താ? സെന്റ് ഗബ്രിയേൽ ആണ്. ഈ വാസ്കോഡഗാമയ്ക്ക് ഒരു കപ്പൽ വ്യൂഹം ഉണ്ടായിരുന്നല്ലോ. ഈ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാ സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് പുതിയ SCRP സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. വാസ്കോഡഗാമയുടെ സഞ്ചാര വ്യൂഹം, വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹം 3: സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. അത് സെന്റ് ഗബ്രിയേലിലാണ് വാസ്കോഡഗാമ സഞ്ചരിച്ചിരുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ വാസ്കോഡഗാമ മരിക്കുമല്ലോ. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു? പോർച്ചുഗലിലെ പള്ളിയിൽ ഭൗതിക ശരീരം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ അടക്കം ചെയ്യുന്നു. അത് ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഈ പറയുന്ന വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം പിന്നീട് ഈ പറയുന്ന കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ എന്ത് ചെയ്യുന്നു? അടക്കം ചെയ്യുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, വാസ്കോഡഗാമ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ നഗരത്തിലാണ്? അത് ഗോവയില. ഗോമന്തകം എന്നറിയപ്പെട്ട ഗോവയിലാണ് വാസ്കോഡഗാമ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിർണായകമായി നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ് വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട് ഈ ടൈം ലൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് SCRTയിലും NCRTയിലും കൊടുത്തേപ്പോണ്ട് 1498 മെയ് 20 വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തുന്നു. 1498 മെയ് 20 വാസ്കോഡഗാമ ആദ്യമായി
ഇന്ത്യയിലെത്തുന്നു. 1499 വാസ്കോഡഗാമ തിരിച്ച് ലിസ്ബണിൽ മടങ്ങിയെത്തുന്നു. ധാരാളം ഈ പറയുന്ന സുഗന്ധവ്യഞ്ജനവുമായി ബന്ധപ്പെട്ട് പോയതിൻ്റെ എത്രയോ ഇരട്ടി സമ്പാദ്യവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. 1502 വാസ്കോഡഗാമ രണ്ടാമതായിട്ട്, വേറെ ഒന്നുമില്ല, 1502 രണ്ടാമതായിട്ട് വീണ്ടും ഇന്ത്യയിലെത്തുന്നു. 1524 വാസ്കോഡഗാമ മൂന്നാമതായിട്ട് ഇന്ത്യയിലെത്തുന്നു. അവസാനമായിട്ട് ഇന്ത്യയിലെത്തുന്നതും 1524 എന്തായിട്ടാ? പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി വാസ്കോഡഗാമയാണോ? അല്ല. വീണ്ടും ആവർത്തിക്കുന്നു, 1498 ആദ്യമായി ഇന്ത്യയിലെത്തുന്നു. 1502 വാസ്കോഡഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തുന്നു. 1524 വാസ്കോഡഗാമ മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഇന്ത്യയിലെത്തി. ആ സമയത്ത് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് ഇന്ത്യയിലെത്തുന്നത്. 1524 ഡിസംബർ 24, അത് പഠിക്കാൻ എളുപ്പമാണ്. 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അന്തരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ അടക്കം ചെയ്തു. പിന്നീട് ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയാണ്, മറക്കരുത്. അപ്പൊ 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി എന്ന വസ്തുത കൂടി നിങ്ങൾ ഓർത്തു വച്ചേക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ പറയുന്നത്, കാർട്ടസ് വ്യവസ്ഥ. വേറെ ഒന്നുമില്ല, ഈ പറയുന്ന വ്യാപാരത്തിന് വേണ്ടി കപ്പലുകൾ പോകുമല്ലോ, വ്യാപാരത്തിന് വേണ്ടി. അപ്പം വ്യാപാരത്തിന് വേണ്ടി പോകുന്ന കപ്പലുകൾക്ക് നൽകിയിരുന്ന പാസിനെ അറിയപ്പെടുന്ന പേരാണ് കാർട്ടസ്. അപ്പൊ ഈ പറയുന്ന പാസ് ആർക്ക് മാത്രം, ഏത് വിദേശ ശക്തിക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്? പോർച്ചുഗീസ് എന്നറിയപ്പെടുന്ന വിദേശ രാജ്യത്തിന്റെ കപ്പലുകൾക്ക് മാത്രമാണ് ഈ കാർട്ടസ് വ്യവസ്ഥയിലുള്ള പാസ് നൽകിയിരുന്നത്. അപ്പൊ കാർട്ടസ് സമ്പ്രദായം നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തി ഏതെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? ഗോവയാണ്. ഗോമന്തകം എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. മർമ്മഗോവയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമ്മഗോവ. അത് സ്ഥിതി ചെയ്യുന്നത് ഗോവ തുറമുഖത്താണ്, അല്ലെങ്കിൽ ഗോവ സംസ്ഥാനത്താണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ മാനുവൽ രാജാവ് ഗാമയ്ക്ക്, വാസ്കോഡഗാമയ്ക്ക് ഡോം പ്രഭു, അതായത് ഈ പറയുന്ന ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി നൽകി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്നൊക്കെ അറിയപ്പെട്ടത് വാസ്കോഡഗാമയാണ്. ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. മാനുവൽ രാജാവ്, പോർച്ചുഗലിലെ രാജാവായ മാനുവൽ രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുന്നു. അപ്പോൾ ഒപ്പം ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുക, PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പത്രവാർത്തകൾ, സ്റ്റഡി പ്ലാൻ, മൈക്രോ നോട്ട്സ്, പോൾ എക്സാം, ഡെയിലി എക്സാം എന്നിവ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 28,000-ലധികം ഉദ്യോഗാർത്ഥികൾ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഉഷാറായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷ നമ്മൾ നേടും. കാരണം അത്രയേറെ നിങ്ങൾ പഠിക്കും, അത്രയേറെ എഫേർട്ട് നിങ്ങൾ ഇടും, നമ്മൾ നേടുക തന്നെ ചെയ്യും. 2026 നമ്മുടെ വർഷമായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.